തൊട്ടടുത്ത് തന്നെ രണ്ടാമതായി ഒരു ചെറിയ വേലിപ്പാലത്തിന് സമീപത്ത് തന്നെ ചെറിയ ഒരു പാലത്തിന്റെ പണിയും ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലത്തിന്റെ അപ്പുറത്തേക്ക്, അതായത് മറുകരയിൽ എത്താനുള്ള ആ ഭാഗം ഇപ്പോൾ ഈ JCBയുടെ കൈ ഉപയോഗിച്ച് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് ഈ വെള്ളാർമല സ്കൂളിനോട് സമീപത്തായി തന്നെ വാഹനങ്ങൾക്ക് പോകാനായും ഇന്ത്യൻ ആർമി മറ്റൊരു പാലം നിർമ്മിക്കുമെന്നാണ് കേണൽ പരംവീർ നഗ്ര ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ അദ്ദേഹത്തോടു കൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു മുണ്ടക്കയിലേക്ക് ഇന്ന് കൂടുതൽ എത്തി. മുണ്ടക്കയിൽ ഈ പുഞ്ചിരിമട്ടത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അത്തരത്തിൽ കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കാണാം. ഇന്ത്യൻ ആർമി ഏകദേശം എത്ര ശ്രമകരമായാണ് ഈ പാലത്തിന്റെ മറുകരയിലേക്ക് എത്തുന്ന ഭാഗം ഉയർത്താൻ JCBയുടെ സഹായത്തോടു കൂടി നടത്തുന്നത് എന്നുള്ള കാര്യം ഈ മേഖലയിൽ ദൃശ്യമാണ്. ഇതിൽ ഏതായാലും ഈ ഭാഗത്ത് മാത്രമല്ല, ഇതിന്റെ എതിർഭാഗത്ത്, അതായത് ഈ ദുരന്തമുണ്ടായ അന്ന് ഈ ഭാഗത്ത് ഒരു വേലിപ്പാലം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഹെലികോപ്റ്റർ എത്തിച്ചിരുന്നു, ഫയർഫോഴ്സ് ഹെലികോപ്റ്റർ എത്തിച്ചിരുന്നു. ആ ഭാഗത്തു നിന്ന് ആളുകളെ ഹെലികോപ്റ്ററിലും റോപ്പിലും താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലം ഉണ്ടായിരുന്നു. ഈ ബെയിലി പാലത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു ഭാഗത്ത് ഈ ഇന്ത്യൻ ആർമി ഒരു ഭാഗത്ത് കയർ കെട്ടി ഒരു ഭാഗത്ത് പിടിച്ചുകൊടുത്ത് അതിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകരെ മറുകരയിൽ എത്തിക്കുന്നു. നമുക്കിപ്പോൾ കാണാം ഈ JCBയും ഹിറ്റാച്ചിയും നിൽക്കുന്ന ഈ പ്രദേശത്താണ് മുമ്പ് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നത്. ആ ശിവക്ഷേത്രത്തിന്റെ വളപ്പിലുണ്ടായിരുന്ന വലിയ ഒരു മരമാണ് ആ കാണുന്നത്. ആ ശിവക്ഷേത്രം ഈ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. മാത്രമല്ല നമുക്ക് അല്പം അങ്ങോട്ട് മാറി നിന്നാൽ കാണാം ആ ഭാഗത്ത് പട്ടി, അതായത് ഈ സ്നിഫർ ഡോഗുകൾ മണം പിടിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ആളുകളുണ്ട്. ആ ഭാഗത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാനാണ് ഈ ഇന്ത്യൻ ആർമിയുടെ സ്നിഫർ ഡോഗുകൾ ആ ഭാഗത്ത് മണം പിടിച്ച് പരിശോധിക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നു. ഇന്ന് മുണ്ടക്കയിൽ കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മണ്ണിനടിയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ചേതനയേറ്റ മൃതശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കും. മാത്രമല്ല ഈ വില്ലേജ് ഓഫീസിന് ആ ഭാഗത്തേക്കും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോട് കൂടി ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ ഊർജിതമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ അടിഞ്ഞു കിടക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ നമുക്ക് നൽകുന്ന വിവരം. കാരണം ഇന്നലേക്ക് ആ ഭാഗത്തേക്ക് ചെറിയ തരത്തിൽ മൃതദേഹങ്ങളുടെ അഴുകിയ രീതിയിലുള്ള മണമൊക്കെ വന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണാം എത്ര ഭീകരമായിരുന്നു ഇവിടെ ഉണ്ടായ ഈ ഉരുൾപൊട്ടൽ എന്ന്. ഈ ബെയിലിപ്പാലത്തിനടിയിൽ വലിയ പാറക്കെട്ടുകളുണ്ട്, വലിയ പാറക്കല്ലുകളുണ്ട്. ഒരു ടിപ്പർ ലോറിയുടെ പുറകിലെ ട്രെയിലറിന്റെ വലിപ്പത്തിനോട് സമാനമായ രീതിയിലുള്ള വലിയ പാറക്കല്ലുകൾ ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലൂടെ ഗതിമാറി ഒഴുകിയ ഉരുൾപൊട്ടലിലുണ്ടായ ഒരു നദി ഹുങ്കാര ശബ്ദത്തോടുകൂടി വലിയ ശക്തിയിൽ കുതിച്ച് താഴോട്ട് ഒഴുകുന്ന ദൃശ്യമാണ് കാണുന്നത്. ഈ വഴിയിലൂടെ ഒഴുകി ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു പോയി തൊട്ടപ്പുറത്തായി ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തായാണ് ഈ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒഴുകുന്ന ഈ നദിയുടെ എതിർവശത്തായി ഒരു കന്നുകാലികളുടെ ഫാം ഉണ്ടായിരുന്നു. ഏകദേശം 20-ലേറെ പോത്തുകളും പശുക്കളും എല്ലാം ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഈ കന്നുകാലികളെല്ലാം തന്നെ വലിയ തോതിലുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ട് ഉണ്ട് എന്നാണ് ഇന്നലെ നമ്മളോട് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. ഈ ഭാഗത്ത് കൂടുതൽ റെസ്ക്യൂ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് ഏകദേശം ആ ഭാഗത്തേക്ക്, അതായത് ഈ ഉരുൾപൊട്ടലിന്റെ പാറക്കെട്ടുകൾ വന്നടിഞ്ഞ ഈ നദി ഒഴുകി വരുന്ന ഈ പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് മുണ്ടക്കൈ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കൈയിലെ വെള്ളാർമല സ്കൂളിന്റെ ദൃശ്യങ്ങളാണ് ഈ ബെയിലിപ്പാലത്തിന് അപ്പുറത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല നിരവധി രാഷ്ട്രീയ നേതാക്കളൊപ്പം ആളുകളും എത്തുന്നുണ്ട്. ഇന്നലെ പ്രധാനമായും ഈ രക്ഷാപ്രവർത്തകർ പറഞ്ഞ ഒരു കാര്യം, രാവിലെ മുതൽ തന്നെ കൽപ്പറ്റയിലും മേപ്പാടിയിലുമെല്ലാം പോലീസ് ആളുകളെ തടയുന്നു, അതായത് രക്ഷാപ്രവർത്തകരെ തടയുന്നു എന്നാണ്. ഈ ഒരു കൗതുകം കൊണ്ടോ കാഴ്ച കാണാനോ എത്തുന്ന ആളുകളെ തടയുന്നതിൽ പ്രശ്നമില്ല. കാരണം ഇവിടെ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഒരു ദുരന്തമേറ്റ് ഇവിടെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയത്തിൽ രക്ഷാപ്രവർത്തനം അത്യാവശ്യമാണ്. ഈ ഭാഗത്തേക്ക് കാഴ്ച കാണാനായി ആരും വരേണ്ടതില്ല. അത് കൂടുതൽ വാഹന ഗതാഗത കുരുക്കിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിലെ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വരേണ്ട ആവശ്യമില്ല. പക്ഷേ പുൽപ്പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ഓമശ്ശേരി ഭാഗത്തു നിന്ന് വന്ന കർമ്മ, അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ട്രോമ കെയർ, പാലക്കാട് നിന്ന് വന്ന ഈ ഐഡിയൽ റെസ്ക്യൂ ടീമിന്റെ ആളുകൾ, ഈ ഭാഗത്തുള്ള ആളുകൾ, ഇവരെയൊന്നും ഇന്നലെ രാവിലെ ഈ കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ നിന്നും ദുരന്തമുഖത്തേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അവർ പലതവണ കൽപ്പറ്റയിൽ നിന്ന് പോലീസുകാർ ഇവരെ തടഞ്ഞു. ഇവർ പറഞ്ഞു ഞങ്ങൾ ജീപ്പുകളിലാണ് വരുന്നത്, ഈ ഭാഗത്തു നിന്ന് റെസ്ക്യൂവിന് വരികയാണെന്ന് പറഞ്ഞിട്ടും പോലീസുകാർ ഇവരെ ഈ ഭാഗത്തേക്ക് കയറ്റിവിട്ടില്ല. പകരം രാഷ്ട്രീയ നേതാക്കന്മാർ കാറുകളിൽ 1-2 പേരോ
ഡ്രൈവറും PAയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നു. ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഈ ഭാഗത്ത് നിന്ന് ഏകദേശം 4 ഓളം മന്ത്രിമാരുടെ കാറുകളും ആ കാറുകൾക്ക് സെക്യൂരിറ്റി ആയിട്ടുള്ള പൈലറ്റ് ജീപ്പുകളുമായി ശരവേഗത്തിൽ ഈ ഭാഗത്ത് നിന്ന് പോകുകയാണ്. ഏറ്റവും ആദ്യം വേണ്ട പരിഗണന എന്ന് പറയുന്നത് ഇവിടെ മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കുക. ഇനി അവർ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ദീപക് സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദീപക്, ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആ ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അത് നേതൃത്വം നൽകി ഇടവേളകളില്ലാതെ ആ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചിട്ടുള്ള പ്രവൃത്തി ഈ രാത്രി നേരം പുലരുന്നത് വരെ ഇപ്പോഴും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റിപ്പോർട്ടർ തത്സമയം ലോകമെമ്പാടും നിന്ന് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ ആ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും കണ്ടതാണ്. അത് തിക്കി നെരുക്കി ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ തള്ളി നീക്കിയാണ് സൈനികർ തള്ളി നീക്കിയാണ് അങ്ങേയറ്റത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ എത്രത്തോളം ഭാഗം അത് ആ മറുകരയിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം പൂർത്തിയാക്കുന്ന നടപടി എത്ര സമയം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് അവിടുന്ന് മനസ്സിലാക്കാനാകുന്നത് ദീപക്? ബിനിൽ, ഈ ഭാഗത്തേക്ക് നമുക്ക് ദൃശ്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബെയിലി പാലത്തിൻ്റെ പ്രധാന പ്ലാറ്റ്ഫോമിൻ്റെ പണി നടക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർമി ഇന്നലെ രാത്രി വൈകിയും ഇന്നും ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബീമുകൾ ഘടിപ്പിച്ച് ദില്ലിയിൽ നിന്നെത്തിച്ച പ്രത്യേകം കാസ്റ്റ് അയണിൻ്റെ പാർട്സുകൾ സംയോജിപ്പിച്ച് ഇവിടെ മറുകരയിലേക്ക് ഒരു ബെയിലി പാലം ഉണ്ടാക്കിയിരിക്കുന്നു. ചൂരന്മല ടൗണിൽ നിന്നും മുണ്ടക്കയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പ്ലാറ്റ്ഫോം ഈ നദിയുടെ സമീപത്ത് ഉറപ്പിച്ച് ആ ബേസ്മെന്റിന് മുകളിലാണ് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കണ്ടാൽ അറിയാം, ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഇപ്പോൾ പോലീസുകാർ എവിടെ ഭാഗത്തേക്ക് എന്താണ് സാർ? വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ബെയിലി പാലത്തിന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന നടപടികളാണ് ആരംഭിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാനൊന്ന് അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്